വളരെ ഗുരുതരമായ അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മജ്ജ മാറ്റിവെച്ചാൽ ഈ കുഞ്ഞിന്റെ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അടിയന്തരമായ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാധ്യത ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പിഞ്ചു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ്, യാതൊരു സംവിധാനമില്ലാത്തതുകൊണ്ട് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിംസ് ആശുപത്രിയില് കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറം താമസിക്കുന്ന അനൂപ്, വിജിന എന്നിവരുടെ 5 മാസം മാത്രം പ്രായമുള്ള ആഗ്നേയ എന്ന് പറയുന്ന പൊന്നു മോന് ലൂക്കോസൈറ്റ് അറ്റേഷ്യൻ ഡെഫിഷ്യൻസി ടൈപ്പ് 1 എന്ന അസുഖം ബാധിച്ച് എത്രയും പെട്ടെന്ന് ഏകദേശം ഈ ആഴ്ച തന്നെ മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. സാമ്പത്തിക ശേഷിയില്ല. മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഞങ്ങൾക്ക് ഈ 50 ലക്ഷം രൂപ യാതൊരു വിധത്തിലും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പൊതുസമൂഹമായ കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ വളരെ വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സഹായ അഭ്യർത്ഥനയുമായി വന്ന ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ഈ ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെയൊക്കെ മക്കളെ പോലെ ഈ ഭൂമിയിൽ ഒരുപാട് കാലം വളരെ സന്തോഷപരമായി ജീവിക്കേണ്ട ഈ പൊന്നു മോന് ഇന്ന് ഈ ആശുപത്രിയിൽ വേദനയോടുകൂടി വളരെ സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ചികിത്സയിൽ കഴിയുകയാണ്. പ്രിയപ്പെട്ടവർ, എത്രയും പെട്ടെന്ന് തന്നെ മജ്ജ മാറ്റിവെക്കല്ലാതെ വേറെ യാതൊരു പരിഹാരവും ഇല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപ ഇല്ലാത്തത് കൊണ്ടാണ് ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാതെ പോകുന്നത്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ കുഞ്ഞിന്റെ ജീവൻ നിലച്ചു പോയിക്കൂടെ പ്രിയപ്പെട്ടവരെ? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ കുഞ്ഞിന്റെ സർജറി നടക്കാതിരുന്നൂടെ പ്രിയപ്പെട്ടവരെ?